പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാം നാളെ നമ്മുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ട ദിവസമാണ്. അപ്പോൾ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് വേണ്ടിയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജനാധിപത്യം. ആ ജനാധിപത്യം അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ ഇപ്പോൾ എല്ലാവരും കരുതും 2000 രൂപ പെൻഷൻ തന്നാലെല്ലാമായി. അതൊന്നുമല്ല നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ ഓരോ വോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ ഇവിടെ ഭരിക്കുന്ന LDFന്റെ സർക്കാരാണ്. നമുക്കറിയാം, എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. കാരണം ആശുപത്രിയിൽ മരുന്നില്ല, ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ചികിത്സയില്ല. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസൾഫാൻ രോഗികൾക്ക് വരെ 10 രൂപ കൊടുത്തിട്ട് ടോക്കൺ എടുത്തിട്ട് ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മരുന്നില്ല, ചികിത്സയില്ല. ഈ അസുഖബാധിതരായിട്ടുള്ള ആളുകളെ ചികിത്സിക്കാൻ ഒരു നല്ല ഹോസ്പിറ്റലില്ല. എല്ലാ വിധത്തിലും നമ്മെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് വോട്ട് ചെയ്യുക. കാരണം എന്താ നമുക്ക് തന്നത്, എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്ന കാര്യം നമ്മൾ 100 പ്രാവശ്യം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് നൽകേണ്ട ചികിത്സകൾ പോലും നിഷേധിച്ച ഈ LDF സർക്കാരിനെ ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് നമ്മളെല്ലാവരും അതുപോലെ തന്നെ വിനിയോഗിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2000 രൂപ പെൻഷൻ തന്ന് നമ്മുടെ വോട്ട് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നിരുന്നത് എന്നറിയാം. എങ്കിൽ കൂടി നമ്മൾ എൻഡോസൾഫാൻ്റെ പെൻഷൻ 4 മാസത്തെ പെൻഷൻ അവിടെ 2 മാസത്തെ പെൻഷൻ അവിടെ മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അത് തന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള നമ്മുടെ ആളുകൾ അവർ ചിന്തിച്ച് വോട്ട് ചെയ്യുക എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഓക്കെ.